കുഴപ്പമില്ല, പവറായിക്കോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. ബിഗ് ബോസിലേക്ക് വീണ്ടും പോവാണ്. എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ്. ഇനി എല്ലാം ഗെയിമൊക്കെ കഴിഞ്ഞു, ഇനി ബാക്കി എല്ലാരും കൂടി ഒരു റീയൂണിയൻ പോലെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെ പോകുന്നത്. ഞാൻ ആക്ച്വലി പുറത്തിറങ്ങിയിട്ട് അൻസിവേനെ കണ്ടിട്ടില്ല. അപ്പൊ അൻസിവേനെ കാണുന്നുണ്ട്, പിന്നെ ഒബ്വിയസ്ലി ജിൻഡോ ചേട്ടൻ, ജാസ്മിൻ ഇവരൊക്കെ കാണുന്നുണ്ട്. ഗെയിം ഞാൻ അങ്ങനെ ഫോളോ ചെയ്യണില്ല, ഇപ്പൊ എപ്പിസോഡൊന്നും ഫോളോ ചെയ്യണില്ല. പക്ഷെ ഇപ്പൊ റീൽസിലൊക്കെ വരുന്നില്ലേ ബൈറ്റ്സ്, അതെല്ലാം കാണുന്നുണ്ട്. ആർക്കാണ് എന്തൊക്കെയാണ് ടാസ്ക് ചെയ്യുന്നത് അതൊക്കെ അറിയുന്നുണ്ട്, അപ്ഡേറ്റ്സ് ഒക്കെ അറിയുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ നന്നായി കളിക്കുന്നുണ്ട്, ജാസ്മിൻ നന്നായി കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഈവൻ അർജുൻ ഇപ്പൊ ലാസ്റ്റ് ഒരു ആളായിട്ട് നോറയായി മാറിയിട്ടുള്ള അതൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും നന്നായി കളിക്കുന്നുണ്ട്. മേ ദ ബെസ്റ്റ് പേഴ്സൺ വിൻ. അപ്പം ആക്റ്റീവായി നിൽക്കുന്ന ആരായാലും ജയിച്ച സന്തോഷം. അപ്പോ കുറച്ച് ദിവസം മുമ്പ് താങ്കൾ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു സായിനെ കുറിച്ചിട്ട്. അപ്പൊ ആ ഒരു വിവാദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സായിയുടെ പോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്തു വന്നപ്പോഴാണ് സായി അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞേ. അപ്പോ അത് കേട്ടപ്പോ എനിക്ക് വിഷമമായെന്ന് വെച്ചാൽ, വേറൊരാൾ പറയുന്ന പോലെയല്ല, നമ്മുടെ ഒപ്പം നിന്ന് ബ്രദറിനെ പോലെ നിന്ന ഒരാള് പിന്നിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഷോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ഒരു രോഗം പോലെ, ഒരു ടിക്സ് എന്ന് പറയുന്ന ഒരു കണ്ണിങ്ങനെ ആവുന്ന ഒരു രോഗമുണ്ട്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സായി പറഞ്ഞ, നീ ഡോക്ടർ ഇതിന്റെ ഉള്ളിൽ എന്നെ കാണിക്കുന്നു പറഞ്ഞ സായിയുടെ വേറൊരു ക്ലിപ്പ് എനിക്ക് കാണാൻ പറ്റിയേ, മാറുന്നെന്ന് പറയേണ്ടി ഇവൻ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞ് സിമ്പതി പിടിക്കാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണേ. അങ്ങനെ വേറെ കുറെ കാര്യം, ഇപ്പൊ ജിൻഡോ ചേട്ടൻ അന്ന് ടച്ച് ചെയ്ത കേസിലായാലും എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞ് വേറെ പറഞ്ഞ് അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ടായി, കാരണം എന്റെ മുന്നിൽ ബ്രദർ എന്ന് പറഞ്ഞ ആളല്ലേ. അപ്പൊ ഞാനതൊരു ഇന്റർവ്യൂ ഇപ്പൊ മൈൽ സ്റ്റോൺ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച്. അപ്പോ ഞാൻ സൈനെ ബ്ലോക്ക് ചെയ്തു ഇത് കണ്ടപ്പോ, എനിക്ക് വിഷമമായിട്ട്. ഇനിയിപ്പോ ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും ഞാൻ ദേഷ്യമൊന്നും കാണിക്കില്ല, എന്തായാലും ഗെയിം കഴിഞ്ഞു. അപ്പം എന്റെ അടുത്തൊന്ന് സംസാരിക്കുകയാണെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോ തീരാനായിട്ട് ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ. എന്നാലും ഒരു കണ്ടസ്റ്റന്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ടിപ്സോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിയിലൊരു ഉപദേശം എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉപദേശം ഒന്നുമില്ല. എനിക്ക് പറയാനുള്ളത് PR ടീംസിനോടൊക്കെ ഭയങ്കര ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഇത് മോശമാക്കാൻ വേണ്ടിയിട്ട് ലൈഫ് വെച്ച് ആരുടെയും കളിക്കരുത്. ഇത് ജസ്റ്റ് ഒരു ഗെയിം ഷോ ആണ്. അപ്പോ ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് നുഴഞ്ഞു കയറി അവരെ മോശമാക്കിയിട്ട് ചെയ്യരുത്. ഗെയിമിന്റെ പോലെ തന്നെ വിടുക, അത്രേ ഉള്ളൂ. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞേ. ഇപ്പൊ പലരും അർജുനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ എന്തിനാ വെറുതെ അവരുടെ ലൈഫിലോട്ട് കയറി ഇത് കളിക്കുന്നത്? ഒരു ഗെയിം പോലെ എടുത്ത് നല്ല എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യട്ടെ ഈ ഷോ എന്ന് പറയാം. ഫാമിലി എല്ലാം അടിപൊളിയായിട്ട്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ ഒപ്പാണ് വരുന്നത്. അമ്മ ഇന്നലെ വന്നു, അപ്പൊ അച്ഛനും അമ്മേനി ഒരുമിച്ച് അവിടെ ഉണ്ട്. അപ്പോ വളരെ സന്തോഷത്തോടുകൂടി ഇപ്പൊ ഞാൻ ലാസ്റ്റ് ടൈം വരുമ്പോ ആരും അറിയാതെയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്, അച്ഛനൊന്നും അറിയാതെ. ഈ വട്ടം ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി എല്ലാരും ബാഗ് പാക്ക് ചെയ്ത് അത്ര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ ബിഗ് ബോസിന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമാണ് അത്. അതിന്റെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അച്ഛൻ നാട്ടില് സെറ്റിൽ ആവണം എന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് സെറ്റിൽ ആവുകയാണ്. ഉണ്ട്, ഞാനത് കഴിഞ്ഞ് പൂനെയിലായിട്ട് ഡയറക്ട്ലി പോണേ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്യാനാണ്, എല്ലാ സാധനങ്ങളും എടുത്ത് നാട്ടിലോട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. ഇനി 6 പേരാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത്. അപ്പൊ താങ്കളുടെ ഒരു ഇതിൽ ആരായിരിക്കും ബിഗ് ബോസിന്റെ ഒരു ടൈറ്റിൽ വിന്നർ ആയ സാധ്യത? ടൈറ്റിൽ വിന്നർ എനിക്ക് കറക്റ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. കാരണം കട്ടൊക്കെയാണ് ഇപ്പോൾ. ജിൻഡോ ചേട്ടൻ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ജാസ്മിൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ അർജുനും നല്ലോണം കയറി കിടന്നുണ്ട്. ഈ 3 പേരിൽ ആരാവുന്നുള്ള ഒരു ഡൗട്ടിലാണ് ഞാൻ. നമുക്ക് ലാസ്റ്റ് ഡേ അറിയാം. ഈ ടിക്കറ്റ് ഫിനാലെ വിന്നർ ആയത് അഭിഷേകാണ്. അതെ, താങ്കളും ആദ്യം കയറിയപ്പോ അപ്പൊ അഭിഷേകിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അഭിഷേക് ടിക്കറ്റ് ടു ഫിനാലെ നന്നായി കളിച്ചു, വിൻ ചെയ്തു, നല്ല ഇതാണ്. പക്ഷെ കുറച്ചും കൂടിയും ഒരു ആക്റ്റീവായിട്ട് എന്താ പറയാ, ടാസ്കുകൾ, ടിക്കറ്റ് ടു ഫിനാലെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലേ, അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിലും കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആയാൽ അവനും നല്ല നല്ല രീതിയിൽ തന്നെ മുന്നിൽ ഫസ്റ്റിലെത്താം. ഓക്കെ. ഓക്കെ, അപ്പൊ കഴിഞ്ഞില്ലേ?